സംസ്ഥാനത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർക്ക് ദാരുണാന്ത്യം. ഭക്ഷ്യവിഷബാധയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. ഒരാൾ ചികിത്സയിൽ കഴിയുകയാണ്. ചടയമംഗലം നിലമേല സ്വദേശി ഷാജി 42 വയസ്സ്, ഭാര്യ മാതാവ് റാഷിദ ബീവി 58 വയസ്സ് ഇവരാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോൾ പാരിപ്പള്ളി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. വിഴിഞ്ഞം മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയവരാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. സീ ഫുഡ് വിഭവമാണ് ഇവർ കഴിച്ചത് എന്നാണ് പ്രാഥമികമായ വിവരം. ഷാജി കുടുംബവുമൊത്താണ് ഹോട്ടലിലെത്തിയിരുന്നത്. ഷാജിയുടെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നു. അതേസമയം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഛർദിയും മറ്റും ഉണ്ടായിരുന്നുവെന്ന് ഷാജിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന നടന്നു വരികയാണ്. അതേസമയം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ മാത്രം തുറക്കുന്ന കടയാണ് ഇത്. കുടുംബവുമൊത്താണ് ഷാജി ഭക്ഷണം കഴിക്കാനെത്തിയത്. ഭക്ഷണം കഴിച്ച് കാറിൽ കയറിയ ഉടൻ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. വഴിനീളെ ഛർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതേസമയം കോഴിക്കോട് മരുതോങ്കര അംബേദ്കർ റെസിഡൻസ് സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച 31 വിദ്യാർത്ഥികൾക്കാണ് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടത്. 31 പേരും മരുതോങ്കര ഫാമിലി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. രാത്രി വിദ്യാർത്ഥികൾ കഴിച്ച ചിക്കൻ കറിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നാണ് സംശയം. വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ ഇത്തരത്തിൽ നിരവധിയിടങ്ങളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട്. അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ തിരുവനന്തപുരം വിഴിഞ്ഞത്തും ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചികിത്സയിൽ ഒരാൾ തുടരുകയാണ്. അതേസമയം ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഇവരുടെ 2 മക്കൾക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷ്യവിഷബാധയാണോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എങ്കിലും ഷാജിയും ഭാര്യ മാതാവും മരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റുള്ള സംഭവങ്ങൾ നിരവധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പലരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് ഭേദമായി പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒടുവിലായി 2 മരണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.